കൂട്ടുകാരെ, ചന്ദ്രകാന്തം ആവേശകരമായ ഒരു കിടുക്കാച്ചി പ്രൊമോ തന്നെയാട്ടോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പുതിയ അവതാരം നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുന്നു. കൂട്ടുകാരെ, പിന്നത്തെ പ്രൊമോയിൽ നമ്മുടെ നന്ദയുടെ ഒരു അവസ്ഥ, ദയനീയ അവസ്ഥ നമ്മുടെ ഗൗതമിനെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ നന്ദ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തന്റെ ജീവിതം ഇങ്ങനെ പോയാൽ തന്റെ ജീവിതം അപകടത്തിലാണ്, തന്റെ എന്താ പറയാ ഗൗതമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഇല്ലാതാകുമെന്ന് നന്ദ ഉറപ്പിച്ചവിടെ പറയുന്നുണ്ട്. പിങ്കിയുടെ ലക്ഷ്യവും അതാണെന്ന് നമ്മുടെ നന്ദ ഗൗതമിനോട് പറയുന്നുണ്ട്. പക്ഷേ ഗൗതം ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത്. നന്ദയൊന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ വീട്ടുകാരെ ഇമാതിരി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനൊന്ന് എതിർക്കാനോ ഒന്നും തന്നെ ഗൗതം തയ്യാറാകുന്നില്ല. ഗൗതമിന് എല്ലാം ആ ഒരു വീട്ടുകാരും കുഞ്ഞും മാത്രമാണ് വലുത്. സ്വന്തം ഭാര്യയെ ഒട്ടും വില കൽപ്പിക്കാത്തൊരു ക്യാരക്ടറായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഗൗതം. ഗൗതമിൻ്റെ ഈ ഒരു പോക്ക് നമ്മുടെ പ്രേക്ഷകർക്കുള്ളിൽ നമ്മുടെ ഗൗതമിനോടുള്ള ഒരു വെറുപ്പ് കൂടുതലായിട്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയും തിരിച്ചറിയുന്നുണ്ട് ഈ പിങ്കിയുടെ ഈ പോക്ക് ശരിയല്ല, പിങ്കിയുടെ ലക്ഷ്യം വേറെ മറ്റൊന്നാണ്, ഗൗതമാണ് പിങ്കിയുടെ ലക്ഷ്യം എന്ന് നമ്മുടെ ലക്ഷ്മിയും തിരിച്ചറിയുന്നുണ്ട്. അത് നമ്മുടെ ഗിരിജയോട് തുറന്നു അടിച്ച് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ലക്ഷ്യം നന്ദയെ ഒരിക്കലും പ്രസവിക്കില്ല എന്ന് പറഞ്ഞ് നന്ദയെ വിധിയെഴുത്തി നന്ദയെ ഇവിടെ നിന്നും പടിയിറക്കിയിട്ട് പകരം ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് പിങ്കിയെ കയറ്റാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി നമ്മുടെ ഗിരിജയോട് പറയുന്ന നിമിഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വന്തം അമ്മയ്ക്കും ഭാര്യയ്ക്കും മനസ്സിലായി. പക്ഷേ ഇതുവരേക്കും ഇത്രയും ബുദ്ധിമാനായ ഇത്രയും വലിയ IPS കാരനായ ഗൗതമിന് പിങ്കിയുടെ ലക്ഷ്യം മനസ്സിലായില്ല എന്നത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ. എന്തായാലും അതിന് പിന്നാലെയാണ് ഒരു പുതിയ അതിഥി, പുതിയൊരു അവതാരം നമ്മുടെ ഇന്ത്യവരത്തിലേക്ക് പിറവിയെടുക്കുന്നത്. അതേ പ്രേക്ഷകരെ, ആ ഒരു അവതാരം നമ്മുടെ നന്ദയ്ക്ക് അനുഗ്രഹമാകുമോ അല്ലെങ്കിൽ അതും നമ്മുടെ നന്ദയ്ക്ക് ശാപമായി മാറുമോ? ഇന്ത്യവരത്തിൽ ആ ഒരു പുതിയ അവതാരത്തിൻ്റെ ആ ഒരു എഴുന്നള്ളിപ്പൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴിലെ ലാലേട്ടനുണ്ടല്ലോ, നമ്മുടെ ഡോക്ടർ സണ്ണി, ആ ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമ്മുടെ മനസ്സിലേക്ക്, എൻ്റെ ഒരു മനസ്സിലേക്ക് കടന്നു വന്നതായി. അപ്പൊ നമ്മുടെ ഇന്ത്യവരത്തിൽ ഈ ഒരു ഡോക്ടർ സണ്ണിയുടെ ലക്ഷ്യം എന്തായിരിക്കും? ഇനി നമ്മുടെ ഇന്ത്യവരത്തിലെ തന്നെ ഒരു മനോരോഗി പിങ്കിയെ തന്നെ പിഴുതു കളയാനാകുമോ? എങ്കിൽ നമുക്ക് കൂട്ടുകാർക്ക് ഭയങ്കര സന്തോഷവും അല്ലേ? അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു പ്രതീക്ഷ കൈവിടണ്ട കേട്ടോ. എന്തായാലും നമുക്ക് നോക്കി കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.